കഥയുടെ ആരംഭത്തിൽ ഹീറോയുടെ വീട്ടിൽ ഒരു നാനിയെ നിയമിക്കാനുള്ള ഇന്റർവ്യൂ നടക്കുകയാണ്. കൂട്ടത്തിൽ ഹീറോയിനുമുണ്ട്. ഹീറോയിനെ കൂട്ടി 12 പേരാണ് വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടാസ്ക് അവരുടെ ഡ്രസ്സൊക്കെ ഊരി കിടക്കണം. ഇപ്പോൾ അവർക്ക് മെഡിക്കൽ എക്സാമിനേഷനാണ് നടക്കാൻ പോകുന്നത്. അതിലൊരു അസുഖം പോലും ഇല്ലാത്തവരാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ ഡോക്ടർ വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരുടെ ബോഡി ചെക്ക് ചെയ്തു. ചിലരുടെ ബോഡി കാണുമ്പോൾ അവർക്ക് തീരെ പിടിക്കുന്നില്ല. മറ്റു ചിലരുടെ ബോഡി ടാറ്റു വരെ അടിച്ച് അവരെയും പുറത്താക്കി. അതേസമയം ഇതെല്ലാം CCTV വഴി ഹീറോ കാണുന്നുണ്ടായി. ഹീറോയ്ക്ക് വേണ്ടിയാണ് നാനിയെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഹീറോയ്ക്ക് അതിലൊട്ടും തന്നെ ഇഷ്ടമില്ല. എന്നാൽ അതൊക്കെ റെഡിയാക്കിയത് ഹീറോയുടെ മുത്തശ്ശിയാണ്. അതിനാൽ അവരൊക്കെ ഓടിച്ചു വിടാനായി ടാസ്കൊക്കെ കടുപ്പിച്ചാണ് കൊടുക്കുന്നത്. ഹീറോയിന് അവിടെ വരാനുള്ള ഏക കാരണം അവിടെ അനിയത്തിയെ രക്ഷിക്കാനാണ്. അവളുടെ അച്ഛൻ കുടിച്ച് മരിച്ചുപോയി. ചെറിയ വട്ടുള്ള അവളുടെ അനിയത്തിയെയും അവളെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വേറൊരാളെ കെട്ടി. അനിയത്തി അതേ ഇടത്തിൽ അമ്മ വരുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരുന്ന് മാനസികമായി ഭ്രാന്ത് പിടിച്ചു. അവളെ നോക്കാൻ വേണ്ടിയാണ് ഹീറോയിൻ പഠിത്തം നിർത്തി ജോലിക്കൊക്കെ പോയി തുടങ്ങിയത്. എന്നിരുന്നാലും അവളുടെ അനിയത്തിക്ക് ഒരു കുറവുമില്ല. വഴിയിൽ ഒരു സ്ത്രീ നടന്നു പോയാലും അത് തൻ്റെ അമ്മയാണെന്ന് കരുതി പോയി മിണ്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ നാട്ടിലേക്ക് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വരുന്നുണ്ടെന്ന കാര്യം അറിയുന്നത്. എന്നാൽ ആ ഡോക്ടറുടെ ഫീസ് തന്നെ 5 ലക്ഷമാണ്. ആ ക്യാഷ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവൾ എന്തും സഹിച്ച് നേരിടാനായിട്ട് ഹീറോയുടെ വീട്ടിൽ ജോലിക്കായിട്ട് വന്നത്. ഇവിടെ ജോലി ചെയ്താൽ ഒരു മാസം സാലറി 1 ലക്ഷം രൂപയാണ്. ഇവിടെ നിന്നാൽ ഇവിടെ അനിയത്തെ സുഖപ്പെടുത്താലോ എന്ന പ്രതീക്ഷയിലാണ് വന്നത്. അപ്പോൾ അടുത്ത ടാസ്ക് ഇവരെ ഒരിടത്തേക്ക് കൊണ്ടുപോയി. മുറ്റത്ത് കുറേ ഇല വെച്ചിട്ടുണ്ട്. അതിലൂടെ നടന്നു പോകണം. അതും സൗണ്ടില്ലാതെ. കാരണം ഹീറോയ്ക്ക് സൗണ്ടും ഇഷ്ടമല്ല. എങ്ങനെ വേണമെങ്കിലും നടന്നു പോകാം. സൗണ്ട് മാത്രം ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഒരു പെണ്ണ് വേഗം ചെരുപ്പൊരി നടപ്പിൽ സൗണ്ട് വന്നു. അതിനാൽ ഓൺ ദി സ്പോട്ടിൽ അവളെ പുറത്താക്കി. പിന്നീട് അടുത്ത പെണ്ണ് നടക്കുമ്പോൾ സൗണ്ട് വന്നതിനാൽ അവളെയും പുറത്താക്കി. അടുത്ത പെണ്ണ് നടന്നു പോയപ്പോൾ സൗണ്ട് വന്നതേയില്ല. അവളെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഹീറോയിൻ്റെ അവസരമാണ്. അവൾ ഈ ഇലകളൊക്കെ വാരിക്കൂരി ബാഗിലാക്കി വെച്ച് നടക്കുമ്പോൾ അപ്പോൾ അവളുണ്ടായ ലേഡി വന്ന് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അവളിവിടെ നാനിയായിട്ടാണ് വന്നത്. അവിടെ നടന്ന് എന്തെങ്കിലും പോകുമ്പോൾ സൗണ്ട് വന്നാൽ സൗണ്ട് എങ്ങനെ മാറ്റണം എന്നാകും ചിന്തിക്കുക. അതിനാൽ അവളെ സെലക്ട് ചെയ്തു. ഇതെല്ലാം ഹീറോ കാണുന്നുണ്ടായി. ഒരു പെണ്ണും തൻ്റെ അടുത്ത് വരാനേ പാടില്ല. അടുത്ത ടാസ്കും ഹീറോ കൂടുതൽ കടുപ്പിച്ചു. വേറൊന്നുമല്ല, ഹീറോയുടെ വീട്ടിലുള്ള തത്തയെ മ്യൂസിക് വെച്ച് കിടത്തി ഉറക്കണം. എന്നാൽ ഇതിൽ ജയിക്കാൻ വേണ്ടി ഓരോരുത്തരും ആ തത്തയെ മ്യൂസിക് കേൾപ്പിച്ച് ഉറക്കാൻ ശ്രമിക്കുമെങ്കിലും അത് നടക്കുന്നത് പോലുമില്ല. ഈ ടാസ്ക് ഹീറോയ്ക്ക് കൂടി ഉള്ളതാണ്. ഹീറോ അങ്ങനെ ഉറങ്ങുന്ന ആളെയല്ല. അപ്പോൾ മ്യൂസിക് കേൾപ്പിച്ച് ആരാണ് ഹീറോയെ ഉറക്കുന്നത് അവരാകും ജയിക്കുക. ഹീറോയ്ക്കൊരു അനിയത്തിയുണ്ട്. അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരിയാണ്. ഒരുത്തിയുടെ കയ്യിൽ ചവിട്ടി നീ എന്താണ് ഇങ്ങോട്ട് വന്നത്, ഉറക്കാനോ അതോ ഉറക്കം കെടുത്താനാണെന്ന് പറഞ്ഞ് അവളെ പുറത്താക്കി. അടുത്ത പെണ്ണ് സൗണ്ട് ഒരുപാടായപ്പോൾ ഇവൾ ഹീറോയെ ഇംപ്രസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവളെയും പുറത്താക്കി. അടുത്തത് ഹീറോയിൻ്റെ അടുത്തേക്കാകും. അവൾ സാധാരണ വേഷത്തിൽ വന്നതിനാൽ ഈ ലുക്കിൽ വന്നാൽ ഇംപ്രസ് ആകുമെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലും ചെരുപ്പ് കുത്തി. അവളുടെ കൈ വരെ മുറിഞ്ഞു പോവുകയാണ്. അവളെയും പുറത്താക്കാനായി പറഞ്ഞപ്പോൾ ഹീറോയിനും ഞാൻ ഇങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത്, എന്നെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ അവിടെ ഹീറോയുടെ മുത്തശ്ശിക്ക് മയങ്ങി വീഴുകയാണ്. ഉടനെ തന്നെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് കാരണം പെട്ടെന്ന് അപസ്മാരം വന്നതാണ്. ഉടനെ ഇഞ്ചക്ഷൻ കൊടുത്താൽ ശരിയാവുമെന്ന് പറഞ്ഞപ്പോൾ ഹീറോയിനില്ല, അവർക്ക് അപസ്മാരമൊന്നുമില്ല, ഇഞ്ചക്ഷനൊന്നും കൊടുക്കണ്ട. കാരണം ഹീറോയിൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചമരുന്ന് കടയിലാകും. ഉറക്കഗുളിയുടെ അമിത അളവ് മൂലമുണ്ടാകുന്ന വിഷാദ രോഗമായിരിക്കും. ആദ്യം നിങ്ങൾ ഹോസ്പിറ്റലിലോ വൊമിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 9 വർഷമായി. ഇവർ എന്തിനാണ് ഉറക്കഗുളിക കഴിക്കുന്നത്? അവൾ നുണയാണ് പറയുന്നത്. വേഗം അവളെ പുറത്താക്കാനായി പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നവരും അവളെ തന്നെ ആകും കുറ്റപ്പെടുത്തുന്നത്. ജോലി കിട്ടാൻ വേണ്ടി അവൾ ഓരോ വഴികൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് മാഡത്തെ തന്നെ ആപത്താണ്. വേഗം ഡോക്ടറിനോട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് പറയുന്നു. അവളെ കൊണ്ടുപോകുമ്പോഴൊക്കെ അവൾ പോകാൻ തന്നെ സമ്മതിക്കുന്നില്ല. അവൾ ഒരു തവണ ഞാൻ പറയുന്നത് കേൾക്ക്, ഇതിനു മുന്നേ ഈ അവസ്ഥ ഒരാൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് പറയുന്നത്. ആ മരുന്ന് കൊണ്ടൊന്നും ശരിയാവില്ല. ആരും അവൾ പറയുന്നത് തന്നെ വിശ്വസിച്ചില്ല. അവൾ പറയുന്നത് കേൾക്കാതെ ഡോക്ടർ അവരുടെ കയ്യിൽ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് കഴിഞ്ഞത് മുത്തശ്ശി അനങ്ങിയെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിറയലാണ് സംഭവിക്കുന്നത്. ഇത് കണ്ട് എല്ലാവരും പേടിക്കുകയാണ്. ഇനി അവൾ പറഞ്ഞത് സത്യമായോ? അതിനാൽ അവൾ പറഞ്ഞതുപോലെ തന്നെ വൊമിറ്റ് ചെയ്യാൻ എന്തോന്നിടുന്നു. പെട്ടെന്ന് മുത്തശ്ശി തുപ്പിക്കളഞ്ഞു. കഴിച്ച മിക്ക ഉറക്കഗുളിയും തുപ്പിക്കളയുകയാണ്. അത് കണ്ടപ്പോഴാണ് ഹീറോയിൻ പറഞ്ഞ സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്.
അതിനുശേഷം ഹീറോയിൻ മുത്തശ്ശിക്ക് എന്തോ മരുന്ന് കലർത്തി കൊടുത്തപ്പോഴാണ് ആശ്വാസമായത്. ഉറക്ക ഗുളിക കഴിക്കാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി 5 വർഷമായി ഇത് കഴിക്കുന്നു. എല്ലാ രാത്രിയിലും നിനക്ക് 4 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ കഴിയുള്ളൂ. ഹീറോയ്ക്ക് വേണ്ടി ഒരു നേഴ്സിനെ നിർമ്മിക്കാൻ ഹീറോ സമ്മതിക്കുന്നില്ലെന്നറിയാം. അതുകൊണ്ടാണ് സമ്മതിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഹീറോ ഒന്നും തന്നെ മിണ്ടിയില്ല. അതിനാൽ മുത്തശ്ശി ഹീറോയിനെ രക്ഷിച്ചതിൽ അവളെ ആകും നന്ദി പറഞ്ഞ് അവളെ സെലക്ട് ചെയ്തു. ഇപ്പോൾ മുത്തശ്ശിയുടെ ജീവൻ രക്ഷിച്ചതിന് അവൾക്ക് ബോണസായിട്ട് 5 ലക്ഷം കൊടുത്തെന്ന്. പക്ഷേ ഹീറോയുടെ അനിയത്തിക്ക് ഇതൊട്ടും പിടിച്ചില്ല. എന്നിരുന്നാലും മുത്തശ്ശി അവളെ നാനിയായിട്ട് സ്വീകരിച്ച് എഗ്രിമെന്റ് സൈനൊക്കെ മേടിപ്പിക്കുകയാണ്. എന്നാൽ അനിയത്തി അവളിടുന്ന് ഓടിക്കാൻ വേണ്ടി തനിക്കൊരു അനിയത്തിയുണ്ട്, അവളെയും കൂടി കണ്ടിട്ട് നീ ജോലിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. ആ അനിയത്തിയാണെങ്കിൽ ഒരു പ്രാന്തിയാണ്. ഭക്ഷണമൊക്കെ കൊടുത്ത ജോലിക്കാരികളാണ് അകത്തേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ ആ ജോലിക്കാരി തനിക്ക് ഇനി ജോലി വേണ്ടെന്ന് പറഞ്ഞു ഓടി. എന്നിട്ട് ഹീറോയിനോട് നിനക്കൊരു ദിവസം തരാം, അതിനുള്ളിൽ എൻ്റെ അനിയത്തിയെ സമാധാനപ്പെടുത്തി അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ നിനക്ക് ജോലി എന്തായാലും ഉറപ്പാണെന്ന് പറയുന്നു. അതും കൂടാതെ പറഞ്ഞ സാലറിയെക്കാട്ടും കൂടുതൽ സാലറി തരും. ഇത് കേട്ടതും ഹീറോയിൻ പിന്തിരിഞ്ഞില്ല. കാരണം അവൾക്ക് അവളുടെ അനിയത്തെ രക്ഷിക്കണം. അതിനാൽ അവൾ ഈ ജോലി കൂടി ഏറ്റെടുത്ത് റൂമിലേക്ക് പോകുന്നു. അകത്തേക്ക് പോകുമ്പോൾ ആകെ ഫോട്ടോസൊക്കെ കീറിപ്പറിച്ചിട്ടിരിക്കുന്നു. കുറച്ച് മുന്നോട്ട് നോക്കുമ്പോൾ അനിയത്തിയുടെ ഫോട്ടോ കണ്ണാടിയിലൊട്ടിയിരിക്കുന്നു. അത് കണ്ടു നിൽക്കുമ്പോഴാണ് അവളുടെ പിന്നാലെ ഹീറോയുടെ അനിയത്തി. ഇവൾ കണ്ണാടിയിലൂടെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയി. അവൾ ഹീറോയെ അടിക്കാനായി എന്തോന്ന് വീശിയതും ഹീറോൻ പേടിച്ചു പോയി. അതിനാൽ അവൾ അത് താഴെയിട്ട് ഇവിടെ കഴുത്ത് പിടിച്ചു. എന്തിനാണ് വന്നത്? അവർ പറഞ്ഞതുപോലെ എന്നെ കൊടുക്കാനാണോ അതോ എന്നെ നല്ല കുട്ടിയാക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമായിരുന്നല്ലേ. ഇത് കേട്ടതും അവൾ ഹീറോയിൻ്റെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. അവൾ ഒരുത്തന്നെ പ്രണയിച്ചിരുന്നു, പക്ഷേ അയാൾ അവളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഹീറോയിനെ താഴെ കിടക്കുന്ന ഫോട്ടോ കണ്ടിട്ടാണ് പറഞ്ഞത്. അതും കൂടാതെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പണി കൊടുക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് കേട്ടപ്പോൾ ഹീറോയിൻ അവളെ സമാധാനപ്പെടുത്താൻ ഞാൻ മറ്റുള്ളവരെ പോലെ നിന്നോട് പെരുമാറില്ല, കൂടെ പിറപ്പുകൾ പോലെ സപ്പോർട്ട് ചെയ്യും, പെണ്ണായ നീ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത് പറഞ്ഞ് അവിടെ മനസ്സ് മാറ്റുന്നു. അപ്പോൾ അവൾ പ്രണയിച്ചതൊക്കെ ഓർത്തവളെ എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാൻ ചോദിച്ചു. അത് അയാളെ കൊല്ലാനാകും. സോ ഹീറോയിൻ ഇന്ന് രാത്രി അവളെ പുറത്ത് കടത്താമെന്ന് പറയുന്നു. അവിടെ എത്തി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, വാശി പിടിക്കാതെ ഇരിക്കാനായി പറഞ്ഞു. ഇത് കേട്ടതും അവളുടെ മനസ്സ് മാറി. ഹീറോയിൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവളെ വിശ്വസിക്കുന്നു. സത്യത്തിൽ വീട്ടുകാരാണ് അവൾ ഇങ്ങനെ ഒരു പ്രാന്താവസ്ഥയിൽ എത്തിച്ചത്. കൂട്ടത്തിൽ അവളെ ആ റൂമിൽ അടച്ചിട്ടിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് ആരോടും മിണ്ടാത്തോണ്ടാണ് ഈ അവസ്ഥയിൽ എത്തിച്ചത്. അവൾക്ക് ഉറപ്പ് നൽകി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായ ജോലിക്കാരികൾക്ക് ഇവൾ പുറത്തു വന്ന രീതി ഷോക്കാണ്. ഇവൾക്കൊരു കുഴപ്പമില്ലാതെ പുറത്തു വന്നത് കണ്ട് ഷോക്കാണ്. അകത്ത് അവൾ ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ ഉറങ്ങിയെന്നാണ് ഹീറോ പറയുന്നത്. ആ റൂമിൽ നടന്ന എല്ലാ കാര്യവും ഹീറോ CCTV കാണുന്നുണ്ടായി. അതിനാൽ ഹീറോയിനോട് സംസാരിക്കാനായിട്ട് അവളുടെ റൂമിലേക്ക് വിളിക്കുന്നു. നീ എന്താണ് അവളോട് പറഞ്ഞത്? നീ പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് നീ ഉറപ്പ് നൽകിയത് എന്തിനാണ്? അതേന്ന് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാവരുടെയും ലൈഫിൽ ഒരു ഇരണ്ട സൈഡുണ്ട്. എന്തിനാണ് അവളെ റൂമിൽ നിന്ന് അടിച്ചെന്ന് പറയുമ്പോൾ ഹീറോ അതിനൊന്നും മറുപടി കൊടുത്തു. നീ അവളെ പുറത്തേക്ക് കൊണ്ടുപോയാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൾക്ക് പറ്റിയ തെറ്റ് അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിലും എന്നെ വിശ്വസിക്കാനായിട്ട് പറയുന്നു. അന്ന് രാത്രി അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പോയത് നേരെ ബാറിലേക്കായിരിക്കും. അവിടെ ഒരുപാട് ആണുങ്ങളുണ്ടാകും. അതിലേതിനും ഒരുത്തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അവൻ്റെ മൊത്തം ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ഒരുത്തന്നെ 8 ഗേൾഫ്രണ്ട് ഉണ്ട്. അതിനാൽ അത് വിട്ട് വേറൊരുത്തനെ പിടിച്ചു. എന്നാൽ അയാൾക്ക് ചില പോലീസ് കേസുണ്ട്. സ്വഭാവം കാരണം ഗേൾഫ്രണ്ടാണ് അവനെ പോലീസിൽ പിടിച്ചു കൊടുത്തത്. അത് കേട്ടതും അതും അവൾക്ക് വേണ്ട. അടുത്ത ചെക്കനെ പിടിക്കുമ്പോൾ അയാൾക്ക് വെറും 23 വയസ്സേ ഉള്ളൂ. പക്ഷേ അവനൊരു HIV രോഗിയാണ്. ഓരോരുത്തരെ ചൂണ്ടിക്കാട്ടിയാലും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് ദേഷ്യം വരുന്നു. അവൻ എന്നെ തിരികെ കൊണ്ടുവരാൻ ഞാനിനി എന്ത് ചെയ്യേണ്ടതെന്ന് ദേഷ്യപ്പെടുമ്പോൾ സത്യത്തിൽ അവൾ ഈ സെലക്ട് ചെയ്ത ഓരോരുത്തർ അവളുടെ കാമുകൻ്റെ റെഫറൻസ് ഉള്ളത് കൊണ്ടാണ്. ഒരുത്തനും എനിക്ക് പറ്റിയതില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാന്തിയെ പോലെ അലറി. അവനെനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് നിനക്കറിയാമോ? എന്നിട്ട് അവൻ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് വാപ്പൊത്തി കരഞ്ഞു. യഥാർത്ഥത്തിൽ അവളായിട്ട് തന്നെ കണ്ടുപിടിച്ച ചെക്കനല്ല, അവളുടെ അച്ഛനാണ് കണ്ടുപിടിച്ചത്. അവളെ വിവാഹം ചെയ്യിപ്പിക്കാനായിട്ട് അവളൊരിടത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതിലേതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്താൽ അയാളെ വിവാഹം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇവളും ചുറ്റും നോക്കുമ്പോഴാണ് ഇവളുടെ കണ്ണിൽ കാമുകനെ പെട്ടത്. അച്ഛനോട് പറയുമ്പോൾ അയാൾ അച്ഛന് ഒട്ടും പിടിച്ചില്ല. കാരണം അയാൾ ഫാമിലി ബിസിനസ് റൺ ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ബിസിനസ് നടത്തിയാണ് റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതിനാൽ അച്ഛൻ അത് വേണ്ടെന്ന് പറയുമെങ്കിലും അവൾക്ക് ആ ചെക്കനെ തന്നെ മതി. അച്ഛൻ അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കമ്പനി ഉയർത്താനായിട്ട് ഇവരുടെ കമ്പനി നിന്ന് പ്രൊജക്റ്റ് തരാം, പകരം അവരുടെ മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിന്റെ കമ്പനി വളർത്താൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൻ കണ്ണുപൊട്ടി ഓക്കെ എന്ന് പറയുന്നു. എന്നാൽ അവൻ അവളെ കെട്ടാൻ നല്ല സമ്മതം മൂല്യതല്ല, പ്രൊജക്റ്റിന് വേണ്ടിയാണ്. ആ പ്രോജക്റ്റ് കിട്ടുന്നതുവരെ അവളെ കൂടെ കൊണ്ട് നടന്നു. കാര്യങ്ങളൊക്കെ ശരിയായി വന്നപ്പോൾ അവൻ അവൾക്ക് വേണ്ടണ്ടായി. അതിന് പിന്നെയാണ് വേറൊരു പെണ്ണിനെ സെറ്റാക്കി അവളെ ഉപേക്ഷിച്ചത്. പക്ഷെ അവൾ അവന് ഇഷ്ടമുള്ള രീതിയിൽ മാറാനൊക്കെ നോക്കിയിട്ടെങ്കിലും അവൻ ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അവളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെ അവൾക്കൊപ്പം നീ എവിടെയും എത്തില്ല. അവിടെ ഒരു മുടിനിട പോലും നിന്റെ അടുത്തെത്തില്ലെന്ന് പറയുന്നു. അത് അവൾക്ക് ഒരുപാട് ഹേർട്ടായി. എന്ത് തന്നെ ആയാലും അവന് പിടിച്ച മാതിരി മാറണമെന്ന് കരുതി അവളുടെ മ്യൂസിക് ഇൻസ്ട്രക്ഷനൊക്കെ പാടുന്നതൊക്കെ അവന് വേണ്ടി ഉപേക്ഷിച്ചു. ബാറിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് അവൾ അവളുടെ ഗുരുവിനെ കാണുന്നു. അവളെ അവസ്ഥയിൽ കണ്ടപ്പോൾ ഗുരുവിന് തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല.
കാരണം മ്യൂസിക് ഇൻസ്ട്രക്ഷനിലൊക്കെ പാടി അവൾക്ക് നിറയെ അവാർഡൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അവൾ ഇങ്ങനെ മാറാനുള്ള കാരണം അവളുടെ കാമുകനാണ്. എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു, ഒരിക്കൽ പോലും അവൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ ഹീറോയിൻ അവളോട് നിനക്ക് പിടിച്ച ആളെ കിട്ടണം, എങ്കിലിവിടെ ഓക്കെ ആവില്ല. നാളെ നടക്കുന്ന ക്ലാസിക്കൽ മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കാനാണ് പോകുന്നത്, അവിടെ പോയി നോക്കാം. നിനക്കിഷ്ടപ്പെട്ട ഒരാൾ എന്തായാലും അവിടെ ഉണ്ടാകും. എന്നാൽ അതും ഹീറോയിൻ കള്ളമാണ് പറയുന്നതെന്ന് കരുതി ഇന്ന് കൊണ്ടുപോയതുപോലെ നാളെ കൊണ്ടുപോയില്ലെങ്കിൽ അങ്ങനെ വന്നാൽ ഇവിടെ തന്നെ എന്നെ കൊണ്ടാക്കിയേക്ക് എന്ന് ഹീറോയിൻ പറഞ്ഞതിനാൽ അവൾ സമ്മതിച്ചു. എന്നാൽ ഇതൊക്കെ ഹീറോ കാണുന്നുണ്ടായി. ശേഷം അവളെ സേഫാക്കി വീട്ടിലെത്തിയ ശേഷം അവൾ വേഗം അവിടെ അനിയത്തിയെ കാണാനേ പോയി. എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ അവിടെ അനിയത്തി അവിടെ മഴ നനഞ്ഞു നിൽക്കുകയായിരിക്കും. അമ്മ വരുമെന്ന പ്രതീക്ഷയിൽ. അമ്മ വന്നാൽ എങ്ങനെ നമ്മളെ കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവൾ വരുന്നത് പോലുമില്ല. അപ്പോൾ അവൾ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമ്മയെ കണ്ടതാണെന്ന് കള്ളം പറഞ്ഞ് ഒരിടത്തേക്ക് കൊണ്ടുപോയി. റോട്ടിൽ അവളൊരു പടം വെച്ചിരിക്കുന്നു. അമ്മ നോക്ക് എന്ന് പറഞ്ഞ് അനിയത്തി ഈ അവസ്ഥയിൽ കാണുമ്പോൾ അവൾക്ക് തന്നെ ഒട്ടും സഹിക്കുന്നില്ല. അമ്മയാണെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടന്നു. കൂടെ ഹീറോയിൻ കിടന്നു. അവൾക്കിതാണ് ആശ്വാസമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ട. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ പറഞ്ഞ മ്യൂസിക് കോമ്പറ്റീഷനിൽ പോവുകയാണ്. അവിടെ വെച്ച് അവളുടെ അമ്മയെ കാണുന്നു. എന്ത് ധൈര്യത്തിലാണ് അവൾ എൻ്റെ മകളെ ആണുങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നതാണോ? 20 വർഷമായി ഞാൻ അവളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുമ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റ് അമ്മയോട് മാഡം അങ്ങനെയല്ല, അവൾ എന്ത് ചെയ്താലും അതിന് ദോഷമൊന്നും ആർക്കുണ്ടായില്ല, ടെൻഷനാവാതെ ഇരിക്കാനായി പറഞ്ഞു. അവരും എന്താണ് നടക്കാൻ പോകുന്നത് നോക്കി കാണുകയാണ്. ഇവിടെ ഹീറോയിൻ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറയുന്നു. അവളും ചുറ്റി എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അവൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടതിനാൽ അവൾക്കൊട്ടും തന്നെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. അതിനാൽ അവൾക്ക് മാറാനുള്ള ഡ്രസ്സായിട്ടായിരിക്കും ഹീറോയിൻ വന്നത്. അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി ലുക്കും മാറ്റി കൊടുത്തു. ഇപ്പോൾ അവൾക്ക് അവളെ തന്നെ കാണുമ്പോൾ ഒരുപാട് വർഷം അവളായിട്ട് മാറിയ കാലമൊക്കെ ഓർമ്മ വരികയാണ്. ഇപ്പോൾ അവൾക്ക് അവളെ തന്നെ കാണുമ്പോൾ ഒരുപാട് വർഷം അവളായിട്ട് മറന്ന കാലമാകും ഓർമ്മ വരിക. ഇതിനു മുന്നേ അവന് വേണ്ടി പലതും ഉപേക്ഷിച്ചു, എന്തിൻ്റെ ഡ്രസ്സിങ് തന്നെ ചേഞ്ചസ് വരുത്തി. ശേഷം അവളെ മ്യൂസിക് വായിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോയി. ഇത്രയും വർഷം വായിക്കാത്ത അവളെ കണ്ട് അമ്മ വരെ സ്തംഭിച്ചു പോയി. സന്തോഷമായി. ഒരുപാട് നാളായി അവരുടെ മകളെ ഇങ്ങനെ കണ്ടിട്ട്. ഇവരുടെ വായന കണ്ട് ഒരുപാട് പയ്യന്മാർ അവളോട് മിണ്ടാൻ വന്നപ്പോൾ കൂട്ടത്തിൽ ഒരുത്തനൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം ഹീറോയിൻ കാണുന്നുണ്ടായി. അവൾക്കും എല്ലാവരെയും കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി. സോ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഹീറോയിനോട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവളുടെ മുൻകാമുകനെ കാണുന്നത്. അവളെ കണ്ടിട്ടിപ്പോൾ 4 വർഷമായി. അന്നെങ്ങനെയാണോ കണ്ടതുപോലെ അതുപോലെ തന്നെയുണ്ട്. ഇനി നീ ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞു പോയി. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമാവുകയാണ്. അവൾ വീട്ടിൽ പോയി കത്തിയെടുത്ത് കൈ മുറിക്കാൻ നോക്കി. അവൻ വീണ്ടും വീണ്ടും അവളെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ ഒരുപാട് അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫീൽ ആവുന്നുണ്ട്. മരിക്കണം പോലും എന്നുണ്ടെന്ന് കരയുമ്പോൾ ഹീറോയിൻ അവളെ സമാധാനപ്പെടുത്താനായിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്താൽ കാര്യങ്ങൾ എന്താകും? നിന്റെ പ്രണയം കാണിക്കാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? നീ മരിച്ചാൽ പോലും ഒരു പ്രയോജനമില്ല. ആദ്യം അവനോട് ഇഷ്ടം പറഞ്ഞ പെണ്ണിനെ കണ്ടെത്തണം. എന്നാൽ അവൾ ആ പെണ്ണിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവനെ വിട്ടുകളയാൻ വേണ്ടി അവൾക്ക് പണം ഓഫർ ചെയ്തപ്പോൾ അവൾക്ക് അവനെ വിട്ടു പോകാൻ പറ്റില്ല. താനാണ് അവരുടെ ഇടയിൽ വന്നെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. ഹീറോയിനും അവളെ സമാധാനപ്പെടുത്തി. അവൾക്ക് പണം ഓഫർ ചെയ്തിട്ട് വാങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടാകും. എന്തായാലും നീയല്ലേ കുറുകെ വന്നത്, അവളാണ് നിങ്ങളെ ചീറ്റ് ചെയ്തത്. ആദ്യം അവൾ നല്ലതാണോ കെട്ടവളാണെന്ന് ആദ്യം കണ്ടെത്തണം. അവൾക്ക് ഇതിൽ കൂടുതൽ പണമാകും വേണ്ടത്. എന്തോന്ന് നേടാൻ വേണ്ടിയാണ് അവനോടൊപ്പം അവൾ നിൽക്കുന്നത്. ഇനി ഇതിപ്പോൾ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാനേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ഹീറോ അവളെ കാണാനായിട്ട് വരികയാണ്. നീ എത്ര നാൾ അവളെ ഇങ്ങനെ പറ്റിച്ചിരിക്കും? അവസാനമൊന്നും നടന്നില്ലെങ്കിൽ അവൾക്ക് എന്താകും? അവൻ സ്നേഹിക്കുന്ന പെണ്ണ് മോശക്കാരാണെന്ന് നിനക്കെങ്ങനെ ഉറപ്പുണ്ട്? അവൾക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. ആ പെണ്ണ് എന്ത് തന്നെ ആയാലും നല്ല പെണ്ണാവില്ല. ഇത് കേട്ട ഹീറോയ്ക്ക് ഓക്കെ, അവൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ അവസരം കൊടുക്കാനായി പറഞ്ഞു. അതിനുശേഷം ആ പയ്യന്റെ കമ്പനി പാപ്പരാകാൻ പോകുന്നെന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് പുറത്തുവിടുകയാണ്. ഇത് കണ്ടതും ആ കാമുകിക്ക് പേടിയാവുന്നു. അപ്പോൾ ആ പെണ്ണ് പറയുന്നത് നിന്റെ ജോലി പോയാലും ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് സിൻസിയറായിട്ട് പറയുന്നു. അതിനിടയിൽ വാങ്ങിച്ച പണം ചോദിച്ചവരൊക്കെ വരുന്നു. ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ചില വിലയെടുപ്പുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോയി. ഇത് കാണുമ്പോൾ ആ പെണ്ണിന് വീണ്ടും വീണ്ടും പേടി കൂടി വരികയാണ്. അപ്പോൾ അയാൾ ഫോൺ വിളിച്ച് എന്താണ് പറ്റിയെന്ന് അന്വേഷിക്കാൻ പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഹീറോയിനും അവൾ എത്തുന്നു. അവളെ കാണുമ്പോൾ അവൻ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, നിനക്ക് അസൂയ മാത്രമല്ല ദ്രോഹബുദ്ധി ഉള്ളവളാണ്. ഇത് കേട്ടപ്പോൾ അവൾക്ക് നല്ലോണം വിഷമായി. ഹീറോയിൻ അവളെ സമാധാനപ്പെടുത്തി അവൾ മോശക്കാരിയായി ഇരിക്കട്ടെ, അവളെ വിലയിരുത്താൻ നിങ്ങൾക്കാർക്കും കഴിയില്ല. നീ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്ന അവിടെ അടുത്ത് പോലും എത്തിയില്ല. ഇപ്പോൾ സ്വത്ത് മൊത്തം പോയില്ലേ? അവൻ്റെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? അവരങ്ങനെ പറയുമ്പോൾ ആലിയയുടെ മുഖം വാടുന്നു. അപ്പോൾ ഹീറോയിൻ എന്ത് പറ്റി? അവൻ പാപ്പരാകുന്നത് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലേ? കുഞ്ഞ് ക്യാഷിന് ഡ്രസ്സ് വാങ്ങി തന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. അവന് ഞാൻ തന്നെ ജോലി എടുത്ത് നോക്കും. ഇത് കേട്ടപ്പോൾ അവനോട് ഒരുപാട് സന്തോഷമായി. എത്ര കഷ്ടകാലം വന്നാലും ഇവൾ തൻ്റെ കൂടെ ഉണ്ടാകുന്ന പെണ്ണും ഒപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ ഇവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യവും സങ്കടം വരുന്നു. അവളിങ്ങനെ തന്നെ ആണ് പറയുന്നത്. ഒന്നുമില്ല, ഇനിയാണ് കളികൾ കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ ലേഡി ബാറിൽ പാട്ട് പാടുന്ന പെണ്ണാണ്. അവിടേക്ക് ഹീറോയിനും അവളും ആരും കാണാതെ അവൾ വന്നിരിക്കുന്നു.
കൂടെ അവളുടെ കാമുകനെ വിളിച്ചുയർത്തുകയാണ്. അവനും വന്ന ദേഷ്യത്തിൽ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞ് കഴുത്തിൽ പിടിച്ചു ഞെരിക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. ആര്യടി പാട്ടൊക്കെ പാടി കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഏതൊരു പണക്കാരൻ പയ്യനെ അടുത്തേക്ക് പോയി അവനോട് എങ്ങനെയാണ് സംസാരിച്ചത് അതേപോലെ ആ പയ്യനോടും പെരുമാറുന്നു. അവളുടെ പെരുമാറ്റം കാണുമ്പോൾ അവളോട് ക്ലോസ് ആവുന്നത് കണ്ട് അവൾ ഞാനിങ്ങനെ ഒരാളല്ല, എൻ്റെ അധ്വാനത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്നു. അപ്പോൾ ഇവനും തനിക്ക് പാരൻസ് ഇല്ല, ആൻറ്റിക്കൊപ്പം കഷ്ടപ്പെട്ടാണ് വളർന്നെന്ന് ഇവനും തള്ളി പറയുമ്പോൾ കാമുകൻ ഇതൊക്കെ കാണുമ്പോൾ അവൾ ഇങ്ങനെ ഒരുത്തിയല്ല, അവളെപ്പോലെ ഒരുത്തിനെ കിട്ടാൻ തന്നെ സഹജമാണ്. അപ്പോൾ ഇവിടെ ഇവൻ അവളോട് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളുമില്ല, പക്ഷെ എൻ്റെ പിന്നാലെ ഒരു പയ്യൻ നടക്കുന്നുണ്ട്, അവൻ ഈ ബാർ തന്നെ പൂട്ടിക്കുമെന്ന് കള്ളം പറയുന്നു. ഈ ബാർ പൂട്ടിച്ചാൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ ജോലിയാണ് പോകുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് കള്ളക്കഥ പറയുമ്പോൾ പിന്നാലെ എന്തോ സൗണ്ട് കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കാമുകൻ നീ എത്ര തവണ ആരോടൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ നിലത്ത് മുട്ടുകുത്തിച്ചു. ഇപ്പോൾ സത്യങ്ങളെല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് ഹീറോയിൻ ആ ലേഡിയോട് പല ആൾക്കാരുടെ കൂടി ഇവൾ പോയിട്ടുണ്ട്. ഈ 4 വർഷമായി നിങ്ങൾ എന്താണ് ചെയ്തത്? അവളൊന്നും ചെയ്തിട്ടില്ല, ഒന്നിലധികം ജോലിയൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾ എന്താണ് ഇവളോട് ചെയ്തത്? അവൾ ആഗ്രഹിച്ച മ്യൂസിക് വരെ ഉപേക്ഷിച്ചു, അവളുടെ അന്തസ്സ് മാറ്റിമറിച്ചു, സ്വന്തം അഭിമാനത്തെ പോലും നിങ്ങൾ ചവിട്ടി മരിച്ചു. ഇതിനു മുന്നേ നീ എന്താണ് പറഞ്ഞത്? അവളുടെ മുടി പോലും തൊടാൻ ധൈര്യമില്ലെന്നാ. ഇപ്പോൾ എന്തായി? ഇതൊക്കെ കാണുന്ന ഹീറോയിൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കാമുകൻ അവരോട് നിൽക്കാനായി പറഞ്ഞു. പക്ഷെ അവൾ ഇപ്പോൾ ധൈര്യം സംഭരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് കാമുകനോട് അവളെ ചീറ്റ് ചെയ്തതുപോലെ ഇവളും ചെയ്യുകയാണ്. ഇനിമേൽ നമുക്കിടയിൽ ഒന്നുമില്ല, ഞാൻ നിന്നെ അന്ന് സ്നേഹിച്ച് കൂടുതൽ വെറുക്കുകയാണെന്ന് പറഞ്ഞ് അവൾ പോകുമ്പോൾ പിന്നാലെ കാമുകൻ പോയി. പക്ഷെ അവൾ ചെവി കൊടുത്തില്ല. ഇവൾ നേരെ ചെല്ലുന്നത് മ്യൂസിക് കോമ്പറ്റീഷനിലേക്കാണ്. പക്ഷെ ആ ലേഡി എല്ലാം നശിപ്പിച്ച് അവളോടുള്ള ദേഷ്യ കാരണം ചില്ലും കുപ്പിയെടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും ഹീറോ പിടിച്ചെങ്കിലും കയ്യിൽ നിന്ന് പോയി. പക്ഷെ അവിടെ മേൽ കൊണ്ടില്ല. അന്നേരം ഒരു പയ്യൻ തടുക്കുകയാണ്. ആ പയ്യൻ മറ്റാരുമല്ല, അവളുടെ ഫ്രണ്ടാണ്. കുട്ടിക്കാലം മുതലേ അവൻ അവളോട് ഇഷ്ടമുണ്ടായി. കുറച്ചു നേരം മുന്നേ ചില കുട്ടികൾ അവളെ ശല്യപ്പെടുത്താൻ വന്നപ്പോൾ ദേഷ്യം വന്ന ചെക്കനാണിവൻ. അവളുടെ അച്ഛൻ ആദ്യം അവനെ കെട്ടാനാണ് പറഞ്ഞത്. പക്ഷെ അവൾക്കത് ഒട്ടും തന്നെ താല്പര്യമുണ്ടായില്ല. അവനെ ചേട്ടൻ്റെ സ്ഥാനത്താണ് കണ്ടത്. ഇപ്പോൾ അവിടെ വെച്ച് തന്നെ അവൻ അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു. ഇത് കേട്ടതും അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. അവൾക്ക് വേണ്ടി 4 വർഷത്തോളം കല്യാണം കഴിക്കാതിരുന്നു. ഇവളും ഒരുത്തനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് പോലും അവൻ തന്നെ ചതിക്കുകയായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടി ഇത്ര നാളും കാത്തിരുന്നില്ലേ? അതിനായി അവൾ സമ്മതിക്കുകയാണ്. പക്ഷെ ഇപ്പോഴല്ല, എൻ്റെ കരിയറാണ് മുഖ്യം, കുറച്ചു നാളെങ്കിലും എനിക്ക് സമയം താ എന്ന് പറയുമ്പോൾ അത് കേട്ടുടനെ അവൻ സമ്മതിച്ചു. ഇവരെ കാണുമ്പോൾ ഹീറോയിന് ഒരുപാട് സന്തോഷമായി. കാരണം ഇപ്പോൾ എന്താണ് റിയൽ സ്നേഹമെന്ന് ഇപ്പോൾ അവൾക്ക് മനസ്സിലായിരിക്കുന്നു. ശേഷം അവർ വീട്ടിലെത്തി അവളെ ഉറക്കുകെടുത്തിയ ശേഷം അടുത്ത വേലക്കാരി അവളുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇവിടുത്തെ മുത്തശ്ശിക്ക് 4 കൊച്ചുമക്കളാണുള്ളത്. അതിൽ മൂത്ത മകൻ ഭയങ്കര മോശക്കാരനും അവൻ്റെ കയ്യിൽ പെണ്ണുങ്ങൾ പെട്ടാൽ രക്ഷപ്പെടാൻ പറ്റില്ല. രാത്രിയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്. മൂത്ത മകൻ്റെ കയ്യിൽ പെട്ടാൽ നിങ്ങളുടെ കാര്യം തീർന്നു. രണ്ടാമത്തെ മകനുണ്ട്, വൈദ്യശാസ്ത്രത്തിൽ PhD എടുത്തവനാണ്. മൂന്നാമത്തെ മകൻ ഇപ്പോൾ നാട്ടിലില്ല. 4ാമത്തെ മകനാണ് ബിസിനസ് എന്ന് നോക്കുന്നത്. പിന്നീട് 2 പെൺമക്കളാണുള്ളത്. അവരുടെ സ്വഭാവം നേരെ കണ്ടതല്ലേ. സോങ് കുടുംബം ഇവൾ വിചാരിച്ചതുപോലെ സങ്കീർണമാണ്. പക്ഷെ അവളുടെ ലക്ഷ്യം ശമ്പളം നേടുക എന്നതാണ്. ഇതും പറഞ്ഞ് ഹീറോയിൻ പോകുമ്പോൾ ആരോ പിന്നാലോ അടിച്ചു വീഴ്ത്തി. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ വേലക്കാരി പറഞ്ഞതുപോലെ അവൾ ഇപ്പോൾ മൂത്ത മകനെ അടുത്താണ്. അയാൾ അവൾക്ക് പറയുന്നതൊപ്പം നിൽക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറ്റില്ല. അതിനാൽ അവൾക്ക് ആവശ്യമുള്ള പണം തരാമെന്ന് പറയുമ്പോഴും അവൾ പറ്റില്ലെന്ന് പറഞ്ഞു. ദേഷ്യം വന്ന അയാൾ പിടിച്ച് ഡ്രസ്സൊക്കെ കീറിക്കളഞ്ഞു. രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവൾ അയാൾക്ക് സമ്മതിച്ചെങ്കിലും ഓടിച്ചെന്ന് ബാൽക്കണിയിൽ നിന്ന് ചാടുമെന്ന് പേടിപ്പിച്ചു. പക്ഷെ അതിലൊന്നും അയാൾ വീണില്ല. അവൾക്കാണെങ്കിൽ മരണത്തെ പോലും പേടില്ല. കാരണം കുട്ടിക്കാലം മുതൽ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത്. അവൾ മരിച്ചാലും തന്നെ ഒരുപാട് പണം കിട്ടും. അത് പറഞ്ഞ് അവൾ ചാടാനായി ഒരുങ്ങി. അവനും ചാടണ്ട, ഇങ്ങ് പോന്നേക്ക്. അവൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ ഡ്രസ്സ് മൊത്തം കീറിയിരിക്കുന്നത് ഹീറോ കാണുന്നു. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് അവനോട് എന്തെങ്കിലും പറയണമെന്നുണ്ടായി. പക്ഷെ അത് അവളുടെ ഉള്ളിൽ തന്നെ മറച്ചു വെച്ചു. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി അവൾ അവളുടെ റൂമിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസമായതും അവളെ കാണാനായിട്ട് അവളുടെ അമ്മയും അച്ഛനെത്തി. 4 വർഷമായി അവൾ ആരോടും മിണ്ടാതിരിക്കുന്നു. അവർ ചെയ്തു കൊടുത്ത ഡ്രസ്സൊന്നും അവൾ ഇട്ടിട്ട് പോലും ഇല്ല. അതിനാൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സായിട്ടായിരിക്കും അമ്മയും അച്ഛനെത്തിയത്. കൂടെ ആ പയ്യനും വന്നിട്ടുണ്ട്. അവൾക്കായിട്ട് പൂവൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ ഹീറോയിൻ കാണുന്നുണ്ട്. പക്ഷെ അവളെ ഇങ്ങനെ മാറ്റിയത് ഹീറോയിനാണ്. ഹീറോയിനോട് ചെയ്ത ഉപകാരത്തിന് നന്ദിയൊക്കെ പറഞ്ഞു. കാരണം എല്ലാവരും അവളെ പ്രാന്തിയെന്ന് വിളിച്ചപ്പോൾ ഇവൾ മാത്രമായിരുന്നു അവളെ കൂടെ നിന്ന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യിപ്പിച്ചതും ഇഷ്ടമില്ലാത്തതും അറിയിപ്പിച്ചതൊക്കെ. മകളെ നേരെയാക്കിയതിൽ അവർ ഹീറോയിന് ഒരുപാട് ഗിഫ്റ്റായിട്ടാണ് വന്നത്. പക്ഷെ അവൾക്കതൊന്നും വേണ്ടെന്ന് പറയുന്നു. ഇതൊന്നും വേണ്ടെങ്കിൽ വേറെ എന്താണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവളും ഓരോ ഗിഫ്റ്റ് പറയുമ്പോൾ അതൊന്നും അവൾക്ക് വേണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ എനിക്ക് പറ്റില്ല, എനിക്ക് ചെറിയൊരു ബാഗ് കിട്ടിയാൽ മതി. ഇത് കേട്ടതും അവളുടെ അമ്മ ഇല്ല, എന്തായാലും ഞാൻ നിനക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് അവൾക്ക് 2 ലക്ഷം പണമായിട്ട് കൊടുത്തു. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്ന് അവൾ നേരെ അവൾക്ക് ജോലി ഹീറോയുടെ അടുത്താണ്. ഇത് കേട്ടാൻ ഇത്തിക്ക് ഒട്ടും തന്നെ പിടിച്ചില്ല. ചേട്ടൻ്റെ അടുത്തേക്ക് വിടില്ല, മോശക്കാരിയാണ്, നല്ല ആളായിട്ടാണ് അഭിനയിക്കുകയാണ്, അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്.
അതിനു പകരം ഈ കുടുംബത്തിലെ ഇളയ മകനോട് അവനെ നീ നന്നാക്കിയാൽ മതി. അവൻ രാത്രിയിൽ ഉറങ്ങാതെ എപ്പോഴും ഗെയിം കളിച്ചാണ് ഇരിക്കുന്നത്. അവന് നീ ഒന്ന് നന്നാക്ക്. ഇത് കേട്ട ഹീറോയിൻ ചെറിയ കുട്ടിയെക്കുറിച്ച് എന്തിനാണ് നിനക്ക് പറയുന്നത്? പക്ഷെ അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ഷോക്കായി. അത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവനെന്തോ പ്രശ്നമുള്ളത്. കാരണം അവനെ നോക്കാൻ വന്ന ഒട്ടുമിക്ക ആൾക്കാരെ കുളത്തിലേക്കൊക്കെ തള്ളിയിട്ടു. സോ ഹീറോയിനോട് ഇവൾ പോണ്ടെന്ന് പറയുമെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഹീറോ ഇതൊക്കെ കേൾക്കുന്നുണ്ടായി. അപ്പോൾ ഹീറോ അവൾ ആ ജോലി ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കാകാണ്. കാരണം അവൾ ഈ ജോലിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് ആളാണ് ഹീറോ. പോകുന്നതിന് മുന്നേ അവൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോകാം. അവൻ അത്രയ്ക്ക് നല്ലവനല്ല. അവളോട് നീ കെയർഫുള്ളായിട്ട് തന്നെ ഇരിക്കാനായി പറഞ്ഞു. ഇവളും അത് ഞാൻ നോക്കിക്കോളാം, നീ അവൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറയുകയാണ്. അദ്ദേഹം നിനക്ക് 4 വർഷം വെയിറ്റ് ചെയ്തല്ലേ, അവൻ്റെ അടുത്തേക്ക് പോയി മിണ്ടാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഹീറോയെ കാണുന്നു. അവനും നീ അവനെ കാണാൻ തന്നെ ഉറപ്പിച്ചോ? അവളും പോകാൻ തന്നെ ഇരിക്കുകയാണ്. കുട്ടിക്കാലം മുതലേ ഓരോ കഷ്ടപ്പാടുകളിലാണ് അവൾ വളർന്നത്. അവൾ വെച്ച് നോക്കുമ്പോൾ ഇത് അവൾക്ക് സാധാരണയായ ഒരു വിഷയമല്ല. ഇതിനും തുച്ഛമായ ശമ്പളത്തോടെ ജോലി ചെയ്തു. പക്ഷേ ഇപ്പോൾ 1 ലക്ഷം രൂപ തരുന്നുണ്ടെങ്കിൽ ഇതും വലിയ കാര്യമൊന്നല്ല എന്ന് പറഞ്ഞ് അവൾ ആ പയ്യനെ കാണുന്നു. അവനാണെങ്കിൽ അമ്മയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അവൻ്റെ അമ്മയ്ക്ക് അവൻ പഠിച്ച് കുടുംബ ബിസിനസ് നോക്കി നടത്തണം എന്നാണ് ആഗ്രഹം. പക്ഷെ അവന് പഠിക്കാൻ തന്നെ ഒട്ടും താല്പര്യമില്ല. ഗെയിം കളിക്കാനാണ് ഇഷ്ടം. അതിൽ ദേഷ്യം വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ അമ്മ ഫോണൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. അത് കാരണം അവിടെ വഴക്കുണ്ടാക്കുമ്പോൾ അപ്പോഴേക്കും ഹീറോയിൻ എത്തുന്നു. അവൾ അമ്മയോട് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഹീറോയോട് ദേഷ്യപ്പെട്ട് എന്നെ പുറത്താക്കാൻ നീ ആരാണ്? അപ്പോൾ ഹീറോയിൻ വന്ന് അമ്മ ചെയ്തത് തെറ്റാണ്, നീ ചെയ്തത് കറക്റ്റാണ്. നിനക്ക് അത്രയ്ക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഗെയിം സെൻറ്ററിലേക്ക് പോയി കളിച്ചാൽ പോരെ, അതിന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഇത് കേട്ടതും അവനൊരുപാട് സന്തോഷമായി. അവനെ കൂട്ടി പോകുന്നതൊക്കെ അവൻ്റെ അമ്മ കാണുന്നുണ്ടായി. അവനിനി ഗെയിം സെൻറ്ററിൽ കൊണ്ടുപോയി അതിലഡിക്റ്റ് ആയാലോ എന്നൊരു പേടി അമ്മയ്ക്കുണ്ട്. പക്ഷേ വേലക്കാരി കുറച്ച് ദിവസം നോക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. ഹീറോയിൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ആളെ വിട്ടു. അതിനുശേഷം അവൾ അവനെ കൂട്ടി ഗെയിമിംഗ് സെൻറ്ററിലേക്ക് പോകുന്നു. അവൻ ഫോൺ കളിച്ചതുപോലെ ആകില്ല, ഒരുപാട് പാടാണ്. അതുപോലെ തന്നെ അവിടുത്തെ പഠിപ്പിക്കുന്ന കോച്ച് അവിടുത്തെ പിള്ളേരേക്ക് ഒരുപാട് ചീത്ത പറഞ്ഞു. എവിടുത്തെ വലിയ വീട്ടിലെ പയ്യന്മാരാണെങ്കിൽ കോച്ചിന് മുന്നിൽ അതൊന്നും പ്രശ്നമല്ല. എന്നാൽ ഇവനൊന്നും തന്നെ പിടിക്കുന്നില്ല. ഇപ്പോൾ 3 ദിവസമായി പോകുന്നു. അവന് തന്നെ മടുത്തു. അവളോട് കാല് പിടിച്ച് എനിക്ക് വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇവൾ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ മൂത്ത മകൻ മനഃപൂർവ്വം അവൾ നിന്നെ പറ്റുകയാണെന്ന് പറയുമ്പോൾ അവനും വീണ്ടും ദേഷ്യം കൂടി എന്നെ കൊണ്ടുപോകാൻ നോക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ ആദ്യം നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് പറ്റി? ഗെയിം കളിക്കാൻ നിനക്ക് അത്ര ഇഷ്ടമാണോ? എൻ്റെ ഫ്രണ്ട്സ് ഇതേപോലെ ഗെയിം കളിച്ച് എപ്പോഴും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അവൻ്റെ അമ്മ അവന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുക്കും. എന്നാൽ ഞാൻ മാത്രമാണ് ഇങ്ങനെ, എനിക്ക് അങ്ങനെ ആവണമെന്ന് പറയുമ്പോൾ അതിനാൽ ഹീറോ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറയുന്നു. അവിടെയാണെങ്കിൽ ഫ്രണ്ട് ചീട്ടൊക്കെ കളിയിലാണ്. ഇപ്പോൾ അവിടെ പോകുന്നു. അവൻ്റെ കൂട്ടുകാരൻ്റെ വീട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. കൂട്ടുകാരൻ്റെ അച്ഛൻ അവനെ ഫാക്ടറിയിലേക്ക് വിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ വീട്ടുകാർക്ക് എത്ര പഠിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല. ജോലിക്ക് പോയി ക്യാഷ് ഉണ്ടാക്കണം, അത്രമാത്രമേ ഉള്ളൂ. എന്നാൽ അതിനവന് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടെന്ന് പോലും അവർ ചോദിച്ചിട്ടില്ല. അവർ അവനെ നിർബന്ധിച്ച് വിടുന്നതൊക്കെ അവൻ്റെ കൺമുന്നിലൊക്കെ കണ്ടു. അവൻ ജീവിക്കുന്നത് പോലെ എല്ലാം മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ പോലും ആരുമില്ല. അവർക്ക് കിട്ടേണ്ടത് നമുക്കിങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? നമുക്കുള്ളതെല്ലാം ആഗ്രഹിച്ചതിനേക്കാളും കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ നിന്നെ പോലെ പഠിക്കണമെന്ന് ഇവനും ആഗ്രഹമില്ല. പക്ഷെ അവന് സാധിക്കുന്നത് പറ്റില്ല. ഇങ്ങനെയെല്ലാം കിട്ടുമ്പോൾ എന്തിനാണ് മിഡിൽ ഫാമിലി പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഹീറോയിൻ ഇതൊക്കെ പറയുമ്പോൾ അവന് എന്തൊക്കെയോ മനസ്സിലാവുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവനറിയില്ല. അതിനാൽ അവൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ്റെ അമ്മ ഓഫീസിൽ അനുഭവിക്കുന്ന ടെൻഷനൊക്കെ വീഡിയോ ഒക്കെ കാട്ടിക്കൊടുത്തു. ഒരു ആൺതുണിയില്ലാതെ ഇത്രയും നാളും ആ കമ്പനി അമ്മ ഒറ്റയ്ക്ക് നടത്തിയില്ലേ? നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. ഇവനും അമ്മയുടെ കഷ്ടപ്പാട് കാണുമ്പോൾ അവന് കരച്ചിൽ വരുന്നു. അമ്മയ്ക്ക് തണലായി നിൽക്കണം. തെറ്റ് ചെയ്തതിലേക്ക് ഓർത്ത് അവൾ സമാധാനപ്പെടുത്തി. മകനെ നന്നായതിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയും അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവനും തെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം ഇങ്ങനെ കുഞ്ഞിനൊപ്പം ഇരിക്കുന്നു സംസാരിക്കാൻ. കുട്ടികളോട് ഒഴിവ് കഴിവ് പറയരുത്. കുട്ടികൾക്ക് നമ്മളാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നോക്കേണ്ടത് നമ്മുടെയും കടമയാണെന്ന് ഹീറോയിൻ പറയുന്നു. അതിനാൽ അമ്മ അവനെ നോക്കാനായിട്ട് അവളെ നിർത്താൻ തീരുമാനിച്ചു. നല്ല സാലറി ആകും തന്നെ ഓഫർ ചെയ്തു. അപ്പോഴേക്കും മുത്തശ്ശി വന്ന്, ഇല്ല, ഇവൾ ഞാൻ എൻ്റെ കൊച്ചുമകന് വേണ്ടി കണ്ടുപിടിച്ചതാണ്. നിന്റെ മകനിപ്പോൾ ശരിയായി, ഇനി നീയാണ് നോക്കേണ്ടതെന്ന് പറയുന്നു. എന്നാലും അവർ അത് സമ്മതിച്ചില്ല. എൻ്റെ മകനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാസം 5 ലക്ഷം രൂപ തരാം. ഇവർ രണ്ടുപേരും അവൾക്ക് വേണ്ടി വഴക്കുണ്ടായി. അപ്പോൾ ഹീറോയിൻ, നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ആദ്യം പറഞ്ഞ 1 ലക്ഷം സാലറിയുള്ള ജോലി മതി. ആദ്യം അവനെ ഉറക്കിക്കെടുത്തി ഹീറോയുടെ അടുത്തേക്ക് പൊക്കോളാം. ഹീറോയിനെ കുടുംബത്തിലെ എല്ലാവർക്കും പിടിച്ചുപോയി. എന്നാൽ ചിലർക്ക് മാത്രമാണ് അവളോട്ടും പിടിക്കാത്തത്. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ മുന്നേ ഹീറോയിൻ എന്താണ് ചെയ്തതെന്നൊക്കെ അറിയുകയാണ്. അത് ആ കൊച്ചിനോട് പറയുന്നതൊക്കെ ഹീറോ കേൾക്കുന്നുണ്ടായി. കുഞ്ഞുനാൾ തൊട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെട്ട്, അച്ഛനും അമ്മയില്ല, അനിയത്തിയാണുള്ളത്. അവളെ എനിക്ക് രക്ഷിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. ഇതെല്ലാം ഹീറോ കേട്ടിരുന്നു. ഹീറോയിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആളെ വിട്ടു. അപ്പോഴാണ് അവൾ 6 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ മരിക്കുന്നതും 2 പേരെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വേറൊരുത്തൻ്റെ കൂടെ പോയതും അറിയുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ അവൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, അതും അസുഖമുള്ള അനിയത്തിക്ക് വേണ്ടി. അതിനാൽ ഹീറോ ടോപ്പ് ഡോക്ടറെ വെച്ച് അവിടെ അനിയത്തി ചികിത്സിക്കാനായിട്ട് അസിസ്റ്റന്റ് ഏൽപ്പിച്ചു. ഇത് കേട്ടതും അസിസ്റ്റന്റ് ഷോക്കാവുകയാണ്.
കാരണം ഇന്നിതുവരെ ഹീറോ മറ്റാർക്കൊന്നും ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം ഹീറോയുടെ അടുത്തേക്ക് ജോലിക്കായി പോകുന്നതായിട്ടാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.